السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, താലിം സുഹൃത്തുക്കളെ, നാം ഈ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വേറെ ഉണ്ടാവുകയില്ല. കാരണം നാം തന്നെ ജനിക്കാൻ കാരണക്കാരനല്ല എന്നല്ല, ഈ ലോകം തന്നെ ജനിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് ഞാൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിൽ നിങ്ങളോട് വലിയ പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ ചില നിമിഷങ്ങളെ കുറിച്ച് കൈമാറി ഞാൻ വിടവാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, വഇന്നക അലാ ഖുൽഖിൻ അലീം. തീർച്ചയായും നബിയെ, ഞങ്ങൾക്ക് ഉത്കൃഷ്ടമായ സ്വഭാവത്തിനുടമയാണ്. ഈ ഒരു ആശയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമൂഹത്തിലെ എല്ലാ തട്ടുകളുടെയും ആളുകളുടെ നല്ല പെരുമാറ്റം, അല്ലാതെ ധനികരോട് ചിരിച്ചു ദാരിദ്ര്യക്കാരോട് മുഖം ചുളിച്ചുമായിരുന്നില്ല അവിടുന്ന് പെരുമാറിയത്. നാം സ്ഥിരം കേൾക്കാറുള്ള രണ്ട് സ്വഹാബികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവിടുത്തെ പേരുകുട്ടിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും നടന്നും വീണും വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗം പീഠത്തിൽ നിന്ന് ഇറങ്ങി അവിടെ എടുത്തു മുന്നിൽ വെച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇവർ രണ്ടുപേരും നടന്നും വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ക്ഷമന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ എടുത്തു മുന്നിൽ വെച്ചത്. നോക്കൂ രക്ഷിതാക്കളെ, എന്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണിത്. സ്വന്തം പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രസംഗം പോലും നിർത്തിവെക്കാൻ അവിടുന്ന് തയ്യാറായിരുന്നു. നമ്മളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ സ്വന്തം കുട്ടി വിളിച്ചാൽ നമ്മളെ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കാറ്? സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും നാം അവരോട് പെരുമാറണം. നിസ്കാരത്തിനോടത്തോ മറ്റോ കയറി വന്നാൽ അവരെ ആട്ടിപ്പായിപ്പിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കൊണ്ട്